कुछ दिनों कुछ दिनों के बाद आप लोगों के बीच में परमेश्वर के वचन को लेकर आने का सौभाग्य मुझे मिला। उसके लिए मैं प्रभु का धन्यवाद। ശ്രീലങ്കയുടെ പ്രദേശത്തായിരിക്കാൻ സ്വർഗം ഇടയാക്കി. आप लोगों के साथ प्रभु की संगति करने का मुझे सौभाग्य मिला, उसके लिए प्रभु का धन्यवाद। Praise the Lord. ഇന്ന് പകൽക്കാലം നമുക്ക് രാവിലെ സമയം നല്ല പാട്ടുകൾ കർത്താവ് തന്നു. आज की सुबह सुंदर गीतों को परमेश्वर ने हमें दिया। പ്രിയ ദേവച്ചനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु के सेवक भाई बेबिचन को परमेश्वर आशीष दे। കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസൻ കുടുംബം അമേരിക്കയിലാണെന്ന് അറിഞ്ഞു. पास्टर टॉमसन परिवार के साथ अपने बेटे के पास है। അവര് അവിടെ ആയിരിക്കുന്ന സമയമൊക്കെയും കർത്താവിന്റെ വേല ചെയ്ത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഒരുക്കട്ടെ. प्रभु के दास जब तक अपने बेटे के साथ बाहर है तब तक परमेश्वर की सेवा में वहां पर प्रभु उन्हें इस्तेमाल करें, यही हमारी प्रार्थना है। പാസ്റ്റർ രാജു പി നായർ, പാസ്റ്റർ ജോയി അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. पास्टर राजू पी नायर, पास्टर जॉय, इन तमाम प्रभु के सेवकों के लिए भी मैं प्रभु का धन्यवाद करता हूँ। എന്റെ പ്രസംഗം അത് പരിഭാഷ ചെയ്യുന്ന പാസ്റ്റർ ബൈജുവിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मेरे संदेश को हिंदी में अनुवाद करने वाले प्रभु के सेवक के लिए भी प्रभु का धन्यवाद। ഈ രാവിലെ സമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിലായിരിക്കാൻ സ്വർഗമിടയാക്കിയല്ലോ. आज की सुबह हम सब लोग मिलकर परमेश्वर की उपस्थिति में आने का अवसर प्रभु ने दिया। ശ്രീലങ്കയിലെ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. यहाँ पर श्रीलंका के सेवकाई को भी परमेश्वर आशीष कर रहा है। പുതിയ പുതിയ വേലസ്ഥലങ്ങളെ കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. नए नए सेवकाई की क्षेत्रों को प्रभु हमें दे रहा है। നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ രാജ്യത്തെ ഉണർത്തുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമായ അവസരമാണ്. आप सभी की प्रार्थना इस देश की सेवकाई में काफी मददगार है। പ്രൈസ് ദി ലോർഡ്. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യാംശം വായിച്ച് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. परमेश्वर के वचन से एक भाग हम लोग पढ़ेंगे, उस वचन से आज की सुबह हम लोग मनन करेंगे। മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. मत्ती के सुसमाचार 13वें अध्याय के 24वें वचन വായിച്ചാൽ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ് ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോടെ സദൃശ്യമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്നു കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനെ അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിഴുതു പോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവയ്പ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. മതി, സ്തോത്രം. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഉപമകളാൽ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. यहाँ पर प्रभु यीशु मसीह दृष्टांतों के साथ लोगों से बात कर रहे हैं। അവിടെ കാണുന്നത് ഒരു നിലവും ഒരു വിത്തും ഒരു യജമാനെയും ചില ദാസന്മാരെയും കാണുവാൻ കഴിയുന്നുണ്ട്. यहाँ पर इस दृष्टांत के अंदर मुख्य विषय पर
एक खेत को दिखाई देता है और खेत में काम करने वाला एक किसान को दिखाई देता है और खेत में बोने वाला बीज दिखाई देता है और खेत में काम करने वाला कुछ कर्मचारी भी दिखाई देता है। വേലക്കാർ യജമാനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. जो काम करने वाले कर्मचारी है वे अपने मालिक अपने स्वामी के साथ रहना है. യജമാനും വേലക്കാരനും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. जो कर्मचारी है और मालिक, कर्मचारी और मालिक के बीच में एक अच्छी संबंध होनी चाहिए. യജമാനന്റെ വയലെങ്കിലും വേലക്കാരനാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നന്നായി അറിഞ്ഞു ചെയ്യുന്നവൻ. इस खेत का एक मालिक जरूर होती है, परंतु उस खेत में काम करने के लिए मजदूरों की जरूरत है. वो मजदूर ही उस खेत में मेहनत करता है. കർത്താവിന്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞ വാക്കുകളിൽ എപ്പോഴും സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. यीशु मसीह के हर संदेश में अधिक से अधिक स्वर्ग राज्य के विषय में यीशु मसीह ध्यान दिया है. അതിന്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നവനാകിയാൽ സ്വർഗത്തിലെ കാര്യങ്ങൾ ജനത്തോട് അത് പ്രസ്താവിച്ച് ഉറപ്പിക്കുകയാണ് കർത്താവ് ചെയ്തത്. उसका एक सबसे बड़ा कारण यही है, यीशु मसीह स्वर्ग से उतर आया है, इसलिए वो स्वर्ग की बातों को मनुष्य से बात करता है और मनुष्य को स्वर्ग की बातों को बताकर उन्हें मजबूत करता है. ഈ അധ്യായത്തിൽ തന്നെ മറ്റൊരു ഉപമയും ജനത്തോട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. इसी मत्ती के सुसमाचार इसी अध्याय में एक और दृष्टांत यीशु लोगों से कहते हुए लिखा गया है. അതിന്റെ 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ അത് ദൃശ്യമാകുന്നു. इसी 13वें अध्याय के पहले वचन से लेकर आप पढ़ेंगे तो वहां पर वो दृष्टांत दर्ज किया गया है. അവിടെയും വയലും വിത്തും യജമാനും ദാസനെയും കാണുവാൻ കഴിയുന്നു. उस दृष्टांत में भी एक खेत आपको दिखाई देगा और वहां पर भी एक खेत का मालिक दिखाई देगा और वहां पर भी मजदूरी करने वाला मजदूर और बीज दिखाई देगा. അവിടുത്തെ ആ സംഭവത്തിൽ കർത്താവ് ഉപമയായി പറഞ്ഞിരിക്കുന്നത് അത് വിത്ത് പല ഭാഗത്ത് വീഴുന്നതിനെ കുറിച്ച് കാണുന്നു. इस 13वें अध्याय के प्रथम वचन से लिखा हुआ दृष्टांत में यीशु मसीह जो दृष्टांत को कहते हैं उसमें इस प्रकार कहता है, जो बीज बोने वाला बीज बोता है वो बीज अलग अलग जगह पर गिरता है. ഇന്ന് രാവിലെ സമയം ഏകദേശം 43 ഡിവൈസുകളിലാണ് നമ്മൾ ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്നത്. आज लगभग 43 लोग या 43 डिवाइस हमारे साथ जुड़ा हुआ है. അപ്പോൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ദൈവവചനം എങ്ങനെ കൈക്കൊള്ളുന്നു എന്നുള്ളത് അവർ ദൈവമായുള്ള ബന്ധത്തിൽ മാത്രമാണ് ആയിരിക്കുന്നത്. हम लोग जब इस कार्यक्रम के द्वारा वचन को सुनते हैं तो ये हमारी कर्तव्य है कि हम किस तरीके से वचन को स्वीकार कर रहे हैं. വചനം ഒന്ന്, ആ വചനം ചെന്ന് വീഴുന്നത് വിവിധ സ്ഥലങ്ങളിൽ. जो वचन यहाँ पर सुनाए जाते हैं ये वचन एक ही वचन है, परंतु ये वचन जिन जगहों पर गिरते हैं वो जगह अलग अलग जगह हैं. നാം അത് സ്വീകരിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. उस वचन को जो हम लोग सुन रहे हैं, इस वचन को किस प्रकार हम लोग स्वीकार कर रहे हैं, इसी पर सब कुछ केंद्रित है. വചനം അത് നല്ല നിലയിൽ ഫലവത്താകണമെങ്കിൽ
നമ്മുടെ ഹൃദയവും ഒരുക്കപ്പെട്ട നിലയിലായിരിക്കണം. यदि वचन जो हम लोग सुन रहे हैं वो वचन हमारे हृदय के अंदर काम करना है, तो हमें वचन को तैयारी के साथ सुनना है. സ്വർഗരാജ്യം ഒരു നിലത്ത് ഒരു മനുഷ്യൻ തന്റെ വിത്ത് നല്ല നിലത്ത് വിതച്ചതിനോട് സാദൃശ്യം. स्वर्ग राज्य के विषय में यहां पर कहता है, स्वर्ग राज्य एक मनुष्य अच्छी जमीन पर बोया गया बीज के समान है. വിത്ത് വിലയേറിയതാണ്. बीज बहुत ही कीमती है. വിത്ത് ഒരുക്കപ്പെട്ട നിലത്ത് വീഴണം. बीज उसी जगह पर गिरना है जो जमीन को पहले से तैयार किया गया है. ആ വിത്തിൽ നിന്ന് യജമാനൻ പ്രതീക്ഷിക്കുന്നത് 30, 60, 100 മേനി ഫലമാണ് യജമാനൻ പ്രതീക്ഷിക്കുന്നത്. एक स्वामी जब बीज को बोता है खेत में, वो स्वामी उस बीज को बोने के बाद उस बीज में से 60 गुना, 30 गुना, 100 गुना फल की वो प्रतीक्षा करता है. വിത്ത് എങ്ങനെയാണ് രൂപപ്പെടുത്തുന്ന നമ്മുടെ ഭവനങ്ങളെല്ലാം കഴിഞ്ഞ നാളിൽ കർഷക കുടുംബങ്ങളായതുകൊണ്ട് നന്നായിട്ട് നമുക്കറിയാം. നമ്മുടെ പിതാക്കന്മാര് അടുത്ത ഒരു ജനറേഷന് വേണ്ടി ആ വിത്ത് എങ്ങനെ രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. हम में से अधिक लोग किसानी परिवारों से आते हैं, इसलिए हम लोग इस बात को जानते हैं किस तरीके से बीज को तैयार करते हैं. വിത്ത് എടുക്കുന്നത് നിലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആ ധാന്യ ശേഖരത്തിൽ നിന്ന് പ്രത്യേകം ക്രമപ്പെടുത്തിയെടുക്കുന്ന അതേ ധാന്യങ്ങളെ മാറ്റിവെച്ച് ഉണക്കി അതിനെ സംരക്ഷിച്ച് വെക്ക് അടുത്തൊരു കൃഷിക്ക് വേണ്ടി അടുത്തൊരു ജനറേഷന് വേണ്ടി ഒരുക്കി വെക്കുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടതാണ് വിത്ത് എന്ന് പറയുന്ന ധാന്യം. हम किसानी परिवारों से आने के कारण हम लोग इस बात को जानते हैं कि हर व्यक्ति जो अपने खेत में से जब फसल को काटते हैं तो वो सबसे पहले अगले बोने के लिए, अगले बार बोने के लिए वो बीज को पहले निकाल कर रखता है और उसके बाद बाकी अनाज को या किसी भी फल को या किसी भी वस्तु को वो अपने लिए या बेचने के लिए वो इस्तेमाल करता है. ഒരു കതിരിൽ പിടിച്ചു വരുന്ന പല നണികളും അതേ അനേകരുടെ ഭക്ഷണമായി മാറുമ്പോൾ അതിൽ ചിലത് അടുത്ത ജനറേഷന് വേണ്ടി യജമാനൻ മാറ്റിവെക്കുന്നു. किसी भी भोजन वस्तु जो हम लोग खेत में तैयार करते हैं, बोते हैं, उसमें से कुछ हम लोग अपने खाने के लिए या लोगों को खिलाने के लिए इस्तेमाल करते हैं, परंतु उसी में से कुछ अगले सीजन में, अगले समय में उसे बोने के लिए निकाल कर रखते हैं. അതുകൊണ്ട് അതേ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു അടുത്ത ജനറേഷന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വിത്ത് സംഭരണിയാണെന്ന സത്യം ദൈവമക്കൾ മറന്നു പോകരുത്. इसलिए हम में से हर व्यक्ति को ये समझना होगा, हम में से हर व्यक्ति उस बीज के समान है जो आने वाले पीढ़ी के लिए परमेश्वर इस जमीन पर हमें बोना चाहता है. അടുത്ത ഒരു ജനറേഷന് വേണ്ടി യജമാനൻ ആ വിത്ത് എങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ള സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അത് നല്ല നിലത്ത്, ഒരുക്കപ്പെട്ട നിലത്ത് വീഴത്തക്കവണ്ണമാണ് യജമാനൻ ആഗ്രഹിക്കുന്നത്. हम में से हर व्यक्ति परमेश्वर के नजर में आने वाले पीढ़ी के लिए या वर्तमान की पीढ़ी के लिए एक बीज के समान है और परमेश्वर चाहता है कि हम में से हर व्यक्ति उस जमीन पर गिरकर इस पीढ़ी और आने वाली पीढ़ी के लिए एक फलवंत बीज बन जाएं. ഇവിടെ 25-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രുവെന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. यहाँ पर 13वें अध्याय के 25वें वचन में लिखा है, जब लोग सो रहे थे तब शत्रु आकर
उनके बीच में जंगली बीज को बोकर चला जाता है। ആദ്യമകാലങ്ങളിൽ പിതാക്കന്മാർ കർത്താവിന്റെ വചനം സുവിശേഷം അറിയിച്ചതിന് ശേഷം അവർ നിരന്തരമായി ആ ദേശത്തിനു വേണ്ടി, ആ സ്ഥലത്തിനു വേണ്ടി, ആ കടന്നു വന്ന ജനത്തിനു വേണ്ടി രാവും പകലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് ഈ പെന്തക്കോസ്ത് സമൂഹം വളർന്ന് പന്തലിക്കുവാനിടയായത്. यदि हम अपने पूर्वजों के दिनों को याद करेंगे, हमारे बाप दादे जो प्रभु में आए, वे लोग दिन रात्रि प्रभु में आने वाले लोगों के लिए निरंतर प्रार्थना करते रहे और परमेश्वर के वचन को लोगों में बोते रहे और प्रभु के सामने आंसू बहाते रहे। उसके कारण आज प्रभु की कलीसिया संसार में मजबूती के साथ खड़ी है। ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം അനവധിയായി അറിയുന്നുവെങ്കിലും അറിയിച്ചവർ ഉറങ്ങുന്നത് കൊണ്ടത്രേ ഈ കാലഘട്ടങ്ങളിൽ ദൈവസഭയിൽ, ദൈവഭവനത്തിൽ, ദൈവ വ്യക്തികളിൽ ഈ കളയുടെ അനുഭവം വരുവാനിടയായത്. आज का सबसे बड़ी समस्या यही है, वचन भरपूर मात्रा में सुनाए जाते हैं, परंतु जो वचन सुनाने वाले अक्सर सुनाने के बाद सो जाते हैं। इसलिए शत्रु आकर उनके या लोगों के बीच में अपनी जंगली बीज को या गलत शिक्षाओं को बोकर चला जाता है। ദൈവത്തിന്റെ വചനം പറയുന്നു, അവർ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയി എന്ന്. परमेश्वर का वचन इस प्रकार कहता है, वो लोग थके हुए अवस्था में सो रहे थे। പകൽ സമയത്താണ് വിത്ത് വിതച്ചത്. दिन की रोशनी में बीज को बोया जाता है। ആ വിതച്ച വിത്തിന്റെ മധ്യത്തിൽ രാത്രിയിലാണ് ശത്രുവാകുന്ന സാത്താൻ കള വിതച്ചത്. बीज को दिन में बोया जाता है, परंतु उस बीज के बीच में जो शत्रु आकर जो जंगली बीज को बोता है, वो रात को जंगली बीज को बोता है। നിലത്തിന് വില കൊടുത്തവൻ, വിത്തിന് വേണ്ടി വില കൊടുത്തവൻ, അതെ വിതയ്ക്കുവാൻ വില കൊടുത്തവൻ ഭവനത്തിൽ ഇരിക്കുമ്പോൾ, ദാസന്മാർ ഉറങ്ങുമ്പോൾ സാത്താൻ, ശത്രുവാകുന്ന സാത്താൻ രാത്രിയിൽ വന്ന് കള വിതച്ചു. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? ബൈജു പാസ്റ്റർ, പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ബൈജു പാസ്റ്റർ പോയി. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്ത്? രാജു പാസ്റ്റർ ചെയ്യാമോ? ഞാൻ മലയാളത്തിലോട്ട് ചെയ്യാം. അതായത് പ്രശ്നം. ആ, ബൈജു പാസ്റ്റർ വന്നു. Hello, Biju Pastor? Yes. Okay. Network issue ആണ്. Okay. യജമാനൻ ഉറങ്ങിയപ്പോൾ, ദാസന്മാർ ഉറങ്ങിയപ്പോൾ, അതേ രാത്രിയുടെ മറവിൽ ശത്രുവാകുന്ന പിശാച് വന്ന് കള വിതച്ചിട്ട് പോയി കളഞ്ഞു. जब स्वामी सो जाता है या बीज बोने वाला सो जाता है, सोने के बाद शत्रु आकर जंगली बीज को उनके बीच में बोकर चला जाता है। ഇന്ന് ദൈവസഭയ്ക്കകത്ത് ദൈവവചനത്തിന്റെ സ്ഥാനത്ത് പലപ്പോഴും കളയാണ് അത് വിതച്ചും വളർന്നുകൊണ്ട് ഈ തലമുറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
आज की सबसे बड़ी समस्या हमारे कलीसियाओं के बीच में जंगली बीज बोए जाते हैं और वो बीज होकर अपना काम कर रहा है। ദൈവസഭയ്ക്കകത്തുനിന്ന് വചനത്തിന്റെ ശുശ്രൂഷ കുറവാണ്. आजकल हमारा कलिसिया में और परमेश्वर का वचन कम ही है, बल्कि वो दूसरा बात के लिए हमारा आराधना वो सम्मिलित कर वो